ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അനുപമ എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അനുപമ, യഥാർത്ഥ പേരല്ല. ഞാൻ വിവാഹിതയാണ്. ഏകദേശം 30 വയസ്സിനോടടുത്താണ് എൻ്റെ പ്രായം. എറണാകുളം ജില്ലയിലാണ് എൻ്റെ വീട്. +2 തൊട്ട് PG വരെ ഞാൻ കൊച്ചിയിൽ തന്നെയാണ് പഠിച്ചത്. സിറ്റിയിൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് മോഡലിങ്ങിനുള്ള അവസരങ്ങൾ ഒത്തിരി തേടി വന്നു. കാര്യം, കാണാൻ ഞാൻ ഇത്തിരി മെലിഞ്ഞ് സുന്ദരിയായിരുന്നു. അങ്ങനെ ഞാൻ ചെറുപ്പകാലം മുതലേ മോഡലിങ്ങിനും ഫാഷൻ ഷോയ്ക്കും ഒക്കെ പോകുമായിരുന്നു. എൻ്റേത് ഒരു ഇടത്തരം കുടുംബമാണ്. അവർക്കിതിലൊന്നും താല്പര്യമില്ലെങ്കിലും ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മുതൽ എനിക്ക് നല്ല വരുമാനം കിട്ടുമായിരുന്നു. സിനിമയിലും ജൂനിയർ ആർട്ടിസ്റ്റായി ഞാൻ പോകുമായിരുന്നു. മാഡം, എനിക്ക് ഒരു സിനിമ നടിയാകണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ല. ഞാൻ അതിനുവേണ്ടി ഒത്തിരി പരിശ്രമിച്ചു. ഞാൻ PG പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ മോഡലിങ്ങിൽ സജീവമായി. ആ സമയത്ത് സംവിധായകൻ എന്ന് പറയുന്ന ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, അദ്ദേഹം ഒരു സീരിയൽ സംവിധാനം ചെയ്യുന്നുണ്ട്, ഉടനെ തന്നെ തുടങ്ങും, അതിലെനിക്ക് 10-50 എപ്പിസോഡ് നീളുന്ന ഒരു ക്യാരക്ടറുണ്ട്, അതെനിക്ക് തരാമെന്ന് പറഞ്ഞു. ഒരു പ്രമുഖ ചാനലിൻ്റെ പേരാണ് പറഞ്ഞത്. ഞാൻ ഓർത്തു, എൻ്റെ ജീവിതം മാറി മറിയും, എനിക്ക് സീരിയൽ താരമാകാം, സിനിമയിലേക്ക് കയറാൻ പറ്റും എന്നൊക്കെ വിചാരിച്ച് ഞാൻ അതിന് സമ്മതിച്ചു. അദ്ദേഹം ഡിസ്കഷനാണെന്നും പറഞ്ഞ് എൻ്റെ ഫോണിൽ വിളിക്കുമായിരുന്നു. ചെറുപ്പക്കാരനാണ്, ഒരു 30 വയസ്സ് കാണും. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. 2 മാസം കഴിയുമ്പോൾ നമ്മളുടെ സീരിയൽ തുടങ്ങാൻ പോവുകയാണ് എന്നൊക്കെ പറയും. ഞാൻ ആഹ്ലാദത്തിലായിരുന്നു. വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർ പോകണ്ടെന്ന് പറഞ്ഞു. പണമൊക്കെ കിട്ടുമെങ്കിലും വേണ്ടെന്നാണ് എൻ്റെ വീട്ടുകാരുടെ അഭിപ്രായം. എൻ്റെ ഇഷ്ടത്തിന് അവർ കൂട്ടു നിൽക്കുകയായിരുന്നു. പതിയെ അയാൾ എന്നോട് പറഞ്ഞു, പുതിയൊരു നടിയെ അവർക്ക് ഇഷ്ടമല്ല, അതായത് പ്രൊഡ്യൂസർക്ക്. പക്ഷേ എൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് മോളെ അതിന് കാസ്റ്റ് ചെയ്തത്. എന്തായാലും എൻ്റെ കൂടെ നീ കട്ടയ്ക്ക് നിൽക്കണം, നന്നായി അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വേണ്ടി അയാൾ എന്തോ ത്യാഗം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. എന്നോട് അയാൾക്ക് എന്തോ പ്രത്യേക താല്പര്യം തോന്നിയെന്നും അയാളുടെ കൂടെ കട്ടയ്ക്ക് ഞാൻ വേണമെന്നും ഈ സീരിയൽ കഴിയുമ്പോഴേക്കും പിന്നീട് ഒത്തിരി അവസരങ്ങൾ വാങ്ങിച്ചു തരാമെന്നും പിന്നെ കല്യാണം കഴിക്കാൻ പോലും ഉദ്ദേശമുണ്ട്, എന്നാലും നിന്നെ നടിയായിട്ട് എന്നും ഞാൻ നിർത്തുമെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വാനോളം അങ്ങ് പൊങ്ങി. മാഡം, പതുക്കെ അയാൾ ഹോട്ടൽ റൂമുകളിലേക്ക് ചർച്ചയ്ക്കാണെന്നും പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി. ആദ്യത്തെ ഒരു ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക്യാരക്ടർ ചർച്ച. അത് കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ യഥാർത്ഥ ക്യാരക്ടർ പുറത്തു വന്നു. സൗന്ദര്യമുള്ളതുകൊണ്ടും ചെറുപ്പക്കാരനായതുകൊണ്ടും മോഹാവേശം എന്നെ ബാധിച്ചിരുന്നതുകൊണ്ടും ഞാനാണെങ്കിൽ അങ്ങ് സമ്മതിച്ചു. എൻ്റെ ഭാവി വിശാലമാക്കാൻ വേണ്ടി ഞാനും എൻ്റെ മനസ്സ് അങ്ങ് വിശാലമാക്കി. വിശാലത കൂടിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സംശയമായി. കാര്യം, ദിവസങ്ങളിങ്ങനെ പോവുകയാണ്. ഇതുവരെയും സീരിയലിൻ്റെ ഷൂട്ടിങ്ങൊന്നും ആരംഭിക്കുന്നുമില്ല. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ നടക്കുന്നുമുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുമ്പോഴേക്കും ഉടനെ തുടങ്ങുമ്പോഴോ ഞാൻ നിൻ്റേതല്ലേ, നീ എൻ്റേതല്ലേ എന്നൊക്കെ പറയും. ചുരുക്കം പറഞ്ഞാൽ, ഒരു ദിവസം ഛർദ്ദിച്ചപ്പോഴാണ് എനിക്ക് പറ്റിയ അക്കിടി മനസ്സിലായത്. അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പുള്ളിയെ വിളിച്ചു. അപ്പോൾ പേടിക്കണ്ട, നമുക്കത് ഒഴിവാക്കാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ ആളെ പിന്നീട് ഞാൻ കണ്ടിട്ടുമില്ല, വിളിച്ചിട്ടൊട്ട് കിട്ടിയിട്ടുമില്ല. അങ്ങേരുടെ ഒരു ബന്ധങ്ങളും എനിക്കറിയില്ല മാഡം. ചുരുക്കം പറഞ്ഞാൽ, എവിടെ നിന്നോ വന്ന ഒരാൾ എന്നെ ചതിച്ചിട്ട് പോയി. അമ്മയും അച്ഛനും ഒക്കെ വാൺ ചെയ്തതാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ആരോട് പറയും? കൂട്ടുകാരോട് പറയാൻ പറ്റുമോ? നാട്ടുകാരോട് പറയാൻ പറ്റുമോ? അവസാനം ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയോട് പറഞ്ഞു. അമ്മ ഭയങ്കര ബഹളമായിരുന്നു. എങ്കിലും എൻ്റെ അമ്മ ബുദ്ധിമതിയായിരുന്നു. ഇത് നമുക്ക് ഇപ്പോൾ ഒഴിവാക്കാം. എന്തായാലും ഇത്രയും പെട്ടെന്നാണല്ലോ. അമ്മ പണ്ട് നേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് കാര്യങ്ങളുടെ ഏകദേശ രൂപം അറിയാം. അങ്ങനെ അച്ഛൻ പോലും അറിയാതെ അമ്മ എന്നെ കൊണ്ടുപോയി എല്ലാം ശരിയാക്കി തന്നു. എന്നിട്ട് പറഞ്ഞു, മേലിൽ നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. ഇനി നിന്റെ കല്യാണം ഞങ്ങൾ നടത്തും. സാധാരണ ഒരു ചെക്കനാണെങ്കിലും നീ അതനുസരിച്ച് കഴിഞ്ഞോണം. നീ ഇങ്ങനെ കോലം കിട്ടി തുള്ളാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്റെ സ്വഭാവം അനുസരിച്ച് നീ അടങ്ങി നിൽക്കുന്ന ടൈപ്പല്ല. നിനക്ക് ഭർത്താവും കുട്ടികളുമൊക്കെയായി ഒരിടത്ത് ജീവിക്കുന്നതാകും നല്ലത്. അല്ലാതെ പോയി കഴിഞ്ഞാൽ പിന്നെ നിന്നെ കിട്ടില്ല. എല്ലാറ്റിനും അമ്മ കൂട്ടുന്നല്ലേ. അമ്മയെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അമ്മയ്ക്കും എനിക്കും അറിയാവുന്ന ഒരു രഹസ്യമായി അതങ്ങ് ഒതുങ്ങി. ഞാനാണെങ്കിൽ സിനിമയും സീരിയലും മോഡലിങ്ങും ഒക്കെ അങ്ങ് ഉപേക്ഷിച്ച് വീട്ടിൽ ഇരിപ്പായി. പിന്നെ ചെക്കന്മാരൊക്കെ കാണാൻ വരാൻ തുടങ്ങി. എന്നെ കാണുന്നവർക്കെല്ലാം ഇഷ്ടപ്പെടും. എല്ലാവർക്കും എന്നെ കെട്ടാൻ ആഗ്രഹമുണ്ട്. പക്ഷേ പലപ്പോഴും മറ്റു പല കാര്യങ്ങൾ കൊണ്ട് അത് അലസിപ്പോയി. അങ്ങനെ 12ാമത് വന്ന ചെക്കനാണ് എന്നെ ഇഷ്ടപ്പെട്ടതും ഒരു പൈസ പോലും വേണ്ട എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ തയ്യാറായതും. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഭാഗ്യമായിരുന്നു. ഭർത്താവിന് സ്ഥിരം ജോലിയുണ്ട്, അച്ഛനില്ല. പക്ഷേ അമ്മയുണ്ട്. അമ്മ വീട്ടിൽ കാണില്ല.
കാരണം ഒരു ഹോസ്റ്റലിലെ വാർഡനാണ് അമ്മ. അമ്മ എപ്പോഴും ഹോസ്റ്റലിലായിരിക്കും. ഞാനും ഭർത്താവ് മാത്രമേ വീട്ടിൽ കാണുള്ളൂ എന്ന് അമ്മ വന്നപ്പോഴേ പറഞ്ഞു. ഒരു കണക്കിന് നോക്കുമ്പോൾ ആരുടെയും തലവേദനയില്ല, അതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നി. ഭർത്താവിനാണെങ്കിൽ ഒരു 20 മിനിറ്റിന് ദൂരമുള്ളൂ ഓഫീസിലേക്കും. അപ്പം പിന്നെ എന്താ, ഒരു പ്രശ്നവുമില്ല. ആ കല്യാണം അങ്ങ് നടന്നു. ചെക്കൻ അതീവ സുന്ദരനാണ്. കാരണം എനിക്ക് പറ്റിയൊരു ചെക്കൻ എന്ന് പറയുമ്പോഴേക്കും നല്ല സൗന്ദര്യമുള്ള ചെക്കനായിരുന്നല്ലോ. നാട്ടുകാരൊക്കെ ഒന്ന് പുകഴ്ത്തിയ കല്യാണമായിരുന്നു അത്. ചിലവെല്ലാം ചേട്ടനാണ് നിർവഹിച്ചത്. എന്നോട് ആദ്യ ദിവസം പുള്ളിക്കാരൻ പറഞ്ഞത് എനിക്ക് വേണ്ടത് ഒരു സുന്ദരി പെണ്ണിനെയായിരുന്നു, എൻ്റെ സ്വപ്നത്തിലെ പെൺകുട്ടിയാണ് നീ എന്നൊക്കെ പറഞ്ഞു. ഞാനപ്പോൾ നാണിച്ചിരുന്നു. ഇതുവരെ ഞാൻ ഒന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്നർത്ഥത്തിൽ. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി. ഭർത്താവ് ഇങ്ങനെ പറയുന്ന ഒരു പൊട്ടൻ തന്നെയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് യാതൊരുവിധ മേന്മകളുമില്ല. ഇങ്ങേരെ കൊണ്ട് എന്നെ 7ാം കടലിനക്കരയ്ക്ക് കടത്താൻ പറ്റില്ലെന്ന് എനിക്ക് ആദ്യ ദിവസം തന്നെ മനസ്സിലായി. പക്ഷേ ഞാൻ ആഹ്ലാദം അനുഭവിച്ചു. പുള്ളിക്ക് ഒത്തിരി അപകർഷതാബോധമുണ്ടായിരുന്നു. സൗന്ദര്യമുള്ള ആളാണെങ്കിലും പല കാര്യങ്ങൾക്കും കുറവുണ്ടായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നിനക്ക് ചിലപ്പോൾ എനിക്കെന്തെങ്കിലും കുറവുകളുള്ളതായി തോന്നുന്നുണ്ടാകാം. പണ്ട് ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാർ എന്നെ കളിയാക്കുമായിരുന്നു. സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യമായ സംഗതികളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും നിനക്ക് ഇഷ്ടപ്പെടുമോ മോളെ എന്നെ നീ വിട്ടിട്ട് പോകുമോ എന്നൊക്കെ ചോദിച്ചു. ഇങ്ങേരെ പഴയകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളെക്കാൾ സെൻറ്റിമെൻറ്റ്സ് ഉള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു കണക്കിന് ഇങ്ങനൊരു ഭർത്താവാണ് നല്ലത്. എൻ്റെ ഹിസ്റ്ററി ഒന്നും ചെയ്യാൻ നടക്കില്ല. അതുകൊണ്ട് ഞാൻ ചേർന്നിരുന്ന് പറഞ്ഞു, എന്താ ചേട്ടാ ഇത്, സ്നേഹമല്ലേ വലുത്? ചേട്ടൻ്റെ കൂട്ടുകാരി പറയുന്ന ഒരു കാര്യവും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് പ്രേമിച്ചതും കണ്ടതും ഒക്കെ ചേട്ടനെയാണ്. എനിക്ക് അത് മാത്രമേ അറിയൂ. ഞാൻ ശരിക്കും ഭാഗ്യവതിയാണ്. എനിക്ക് തോന്നുന്നത് എല്ലാം ഓക്കെ ആണെന്നാണ്. ചേട്ടൻ്റെ കൂട്ടുകാരൊന്നും ശരിയല്ല. ചേട്ടൻ പാവമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അല്ലാതെ ഒരു പ്രശ്നവുമില്ല. ഉശിരുള്ള എൻ്റെ ആണല്ലേ ചേട്ടൻ എന്ന് പറഞ്ഞ് ഞാൻ ഡോസ് കൂട്ടി കൊഞ്ചിക്കുഴഞ്ഞു. എനിക്ക് മനസ്സിലായി പുരുഷന്മാരെ പെട്ടെന്ന് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആദ്യം എനിക്കാണ് വലിയ പറ്റിയത്. പക്ഷേ ഇവിടെ എനിക്ക് അതൊന്നും നടക്കാൻ പാടില്ല. നല്ല രീതിയിൽ ഭർത്താവിനെ മാനേജ് ചെയ്യണം, അതാണ് എനിക്ക് നല്ലത്. അതുകൊണ്ട് ഞാൻ ഇതേപ്പറ്റിയൊന്നും ഒരിക്കലും സംസാരിച്ചില്ല. ഞാൻ പറയും, ചേട്ടൻ്റെ ഇഷ്ടം എൻ്റെയും ഇഷ്ടം, എനിക്ക് ഒന്നും അറിയില്ല. ആക്ച്വലി പണ്ടത്തെ ഓർമ്മകൾ വെച്ച് നോക്കുമ്പോഴേക്കും ഇവിടെ ഓർമ്മകളേ ഇല്ല. പണ്ടത്തെ പോലെ നല്ലൊരു മനുഷ്യൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇനിയും തുള്ളിച്ചാടിയെന്ന് തോന്നിപ്പോയി. പക്ഷേ വേണ്ട, മതിൽ ചാടരുത്. ചാടിക്കഴിഞ്ഞാൽ മതിലിൽ കൂർത്ത ആണികൾ കാണും എന്നെനിക്ക് മനസ്സിലായി. അമ്മയുടെ തിരുവചനങ്ങൾ ഞാൻ ഓർത്തു. മോളെ, അധികം തുള്ളരുതെന്ന്. ഇല്ല അമ്മ, ഇനി ഞാൻ തുള്ളില്ല. വീട്ടിൽ അടങ്ങിയിരുന്നോളാം. ഭർത്താവിന് നല്ല സാലറിയുണ്ട്. എല്ലാം എൻ്റെ കയ്യിലാണ് കൊണ്ടുതരുന്നത്. ഞാനും ഭർത്താവ് മാത്രമല്ലേ ഉള്ളൂ. ശരിക്കും എൻ്റെ വീട്ടുകാരെ പോലെ എനിക്ക് സഹായിക്കാൻ പറ്റി. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഭാഗ്യവതിയാണ്. കല്യാണം കഴിഞ്ഞ് 1 വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളൊന്നും ആയില്ല. അപ്പോൾ അമ്മ എന്നെ വിളിച്ചു ചോദിച്ചു, എടി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഡോക്ടറെ കാണിക്കാൻ. ഞാൻ പറഞ്ഞു, 1 വർഷമായോടെ തന്നെ കുട്ടികൾ ഉണ്ടാകണോ? ഞങ്ങൾ 2-3 വർഷം കഴിഞ്ഞിട്ട് മതി കുട്ടികൾ എന്നാണ് വിചാരിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അമ്മ പറഞ്ഞു, എടി പെണ്ണേ, അങ്ങനെ നീ നീട്ടിവെക്കരുത്. പണ്ട് നിനക്കൊരു അബദ്ധം പറ്റിയതാണ്. അതൊക്കെ ശരിയാക്കിയ പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാകാത്ത അനുഭവങ്ങൾ വരെയുണ്ട്. സൂക്ഷിക്കണം. നീ ഒന്ന് ചെക്ക് ചെയ്യേ, അവനെ ചെക്ക് ചെയ്യണം. അത് എത്രയും നേരത്തെ ആകണം. ഒട്ടും വെച്ച് താമസിപ്പിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് അമ്മ എന്നെ നിർബന്ധിച്ചു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയി. പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കണ്ടില്ല. അതോടുകൂടി എനിക്ക് സന്തോഷമായി. അമ്മയെ ഞാൻ വിളിച്ച് പറയുകയും ചെയ്തു, എടി എന്നാലും 1.5 വർഷം അതിൽ കൂടുതൽ താമസിപ്പിക്കല്ലേ മോളെ, പ്ലീസ്, അമ്മ പറഞ്ഞ് നീ കേൾക്കണം എന്നൊക്കെ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഏകദേശം 2-2.5 വർഷം അങ്ങ് പോയി. അമ്മായിമ്മ വല്ലപ്പോഴും വന്ന് ഇവിടെ ഒരു ദിവസം നിൽക്കും. അവരെ കൊണ്ട് എനിക്ക് യാതൊരു തലവേദനയില്ല. എൻ്റെ അമ്മയ്ക്ക് ടെൻഷനായി. എടി, നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? പെട്ടെന്ന് തന്നെ എന്തെങ്കിലും റെഡിയാക്കാൻ നോക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാനെന്ത് ചെയ്യാനാണ്, ഞാനിങ്ങനെ റെഡിയാക്കുന്നത്, ഞങ്ങൾക്ക് 2 പേർക്കും ഒരു കുഴപ്പമില്ലെന്ന്. അങ്ങനെ അമ്മ പറഞ്ഞു, എടി, നമ്മൾ അന്ന് ആദ്യം കണ്ട ഡോക്ടറില്ലേ, ആ ഡോക്ടറെ ഒന്ന് പോയി കാണാം, നീ വാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഡോക്ടറെ പോയി കണ്ടു. പണ്ടുണ്ടായതും പാളയിലോടിയതുമൊക്കെ ആ ഡോക്ടർക്ക് അറിയാമല്ലോ. അപ്പോൾ ആ ഡോക്ടറോട് വിശദമായി കാര്യങ്ങൾ പറഞ്ഞു. പുള്ളി പറഞ്ഞു, ശരി, നമുക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് പരിശോധനകളും സ്കാനിങ്ങും ഒക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമെന്ന്.
നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും എനിക്ക് ചില ചേഞ്ചസുകൾ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാര്യം അദ്ദേഹമാണല്ലോ എൻ്റെ യഥാർത്ഥ രഹസ്യത്തിന് വെളിച്ചം വീശിയ ആള്. അപ്പോൾ പിന്നെ പുള്ളി പറഞ്ഞു, സാരമില്ല, ഞാൻ പറയുന്ന ദിവസങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ആക്റ്റീവായിരിക്കൂ, ദിവസങ്ങളുടെ ഒരു ലിസ്റ്റ് തരാമെന്ന് പറഞ്ഞു. ഒരു ദിവസം അമ്മായിമ്മ എന്നെ വിളിച്ചു. എടി മോളെ, എടി എനിക്ക് നല്ല നടുവിനുണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങളാണോന്ന് അറിയില്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തെങ്കിലും ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിനെന്താ അമ്മേ, നമുക്ക് ഓർത്തോയെ കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓർത്തോയെ കാണിച്ചിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, എങ്കിൽ പിന്നെ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു. അന്ന് ഗൈനക്കോളജിസ്റ്റ് ഒ പി അവിടെ കഴിഞ്ഞു പോയിരുന്നു. നാളത്തേക്ക് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അമ്മ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോയി. അവിടെ വേറെ ആരുമില്ലായിരുന്നു. നാളെ ആകുമ്പോൾ വേറെ ആളുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെന്നാൽ മതി, നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു. ഭർത്താവിൻ്റെ ലീവ് കളയണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാ കാര്യത്തിനും അങ്ങ് പോകാമെന്ന് പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് തലവേദന ഒന്നും കൊടുക്കണ്ട. എന്തായാലും പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഞാൻ 9:30 ആയപ്പോൾ അമ്മയുടെ ഹോസ്റ്റലിൻ്റെ അടുത്ത് ചെന്നു. 11 മണിക്കാണ് ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ്. കുറച്ച് നേരത്തെ ചെല്ലണ്ടേ. അങ്ങനെ ഞാനും അമ്മയും കൂടെ അവിടെ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എടി മോളെ, എൻ്റെ ഒരു ബന്ധുവുണ്ട്. ഏത് ബന്ധു? എടി, എൻ്റെ അമ്മാവൻ്റെ മകളുടെ മോനാണ്. അവനെ ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു. അവനിപ്പോൾ കാറുമായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ശരി, എങ്കിൽ ആ കാറിൽ പോകാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നിന്നു. അപ്പോഴുണ്ട് വില കൂടിയ കാറുമായി ഒരാൾ വരുന്നു. അതിനകത്തേക്ക് നോക്കിയ ഞാൻ ഞെട്ടിപ്പോയി. പണ്ട് എന്നെ പറ്റിച്ച് കിടന്ന അതേ ആള് ഇപ്പോൾ അയാൾ പണ്ടത്തേനേക്കാൾ സിമ്പിളനായിട്ടുണ്ട്, പണ്ടത്തേനേക്കാൾ സ്റ്റൈലുമായിട്ടുണ്ട്. ഇപ്പോൾ ജിമ്മിലൊക്കെ പോയിട്ട് ഒരു പ്രത്യേക രീതിയിലാണ് പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ. എന്നെ കണ്ടപ്പോൾ പുള്ളി ഒന്ന് ഞെട്ടി. പക്ഷേ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇയാൾ എൻ്റെ അമ്മായിയമ്മയുടെ ബന്ധുവോ? ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, കല്യാണത്തിനും കണ്ടിട്ടില്ല. ഇതെന്താണ് എന്ന് ഞാൻ മനസ്സിൽ ഓർക്കുകയും ചെയ്തു. പക്ഷേ അവർ തമ്മിലുള്ള സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബന്ധുവാണോന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ കൂടി ഒരു സംശയം ഇങ്ങനെ പോവുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇങ്ങേർക്ക് പ്രായഭേദമന്യേ പലരെയും വലയിൽ വീഴ്ത്താനുള്ള ഒരു കഴിവുണ്ട്. അങ്ങനെ അയാളുടെ വലയിൽ വീണിരിക്കുകയാണ് ഭർത്താവില്ലാത്ത എൻ്റെ അമ്മായിയമ്മ. അവരുടെ കൊഞ്ചലും കുഴച്ചിലുമൊക്കെ അതിര് കടക്കുന്നുവെന്ന് എനിക്ക് തോന്നി. അതുമാത്രമല്ല, അമ്മായിയമ്മ ഓടി മുന്നിലാണ് കയറിയത്. ഇടയ്ക്ക് അങ്ങയോട് സംസാരിക്കുന്നു, അങ്ങയുടെ തോളിലടിക്കുന്നു, ഭയങ്കര കുണുക്കം. അപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി, ബന്ധവുമല്ല സ്വന്തവുമല്ല, ഇത് വേറെ ചുറ്റിക്കളിയാണെന്ന്. അങ്ങേരാണെങ്കിൽ എന്നെ നോക്കുന്നില്ല, എനിക്കിട്ട് നോക്കാനും പറ്റുന്നില്ല. അപ്പോഴേക്കും അമ്മ പറഞ്ഞു, ഇതാണ് എൻ്റെ മരുമോള്, നീ കണ്ടിട്ടില്ലല്ലോ, നീ അന്ന് ഹൈദരാബാദിലല്ലായിരുന്നു, ഞാൻ നിന്നെ വിളിച്ച് പറഞ്ഞില്ലേ കല്യാണമാണെന്ന്. ആ ഞാൻ ഓർക്കുന്നു ആൻറ്റി, പക്ഷേ വരാൻ പറ്റിയില്ല എന്നൊക്കെ അയാൾ പറയുന്നു. എന്തായാലും കല്യാണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോട്ടോ ഒക്കെ അങ്ങനെ കാണുകയില്ലേ, ഇത് അങ്ങനെയൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുകയും ചെയ്തു. എനിക്കതിനേക്കാൾ ഭയം ഇയാളിനി എൻ്റെ ഹിസ്റ്ററിയൊക്കെ അമ്മായിയോട് പറയുമോ? ഇത്തരം ബന്ധങ്ങളിൽ എന്ത് കാര്യങ്ങളും തുറന്നു പറയാനുള്ള ലൈസൻസ് ഉണ്ടല്ലോ. അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മായിയമ്മ ഇപ്പോൾ കാണുന്ന പോലെ ശാന്തസ്വരൂപിണിയായി ഇരിക്കണമെന്നില്ല, മകനോട് പറയും. മകനും ഈ പറഞ്ഞതുപോലെ എന്നോട് സ്നേഹം കാണിക്കണമെന്നില്ല. അവസാനം എൻ്റെ ദാമ്പത്യ ജീവിതം കുളമാകും. അയാൾ എവിടുന്നോ വന്ന് 2 തവണ എൻ്റെ ജീവിതം കുളമാക്കിയതിന് തുല്യമാകും കാര്യങ്ങൾ എന്നോർത്തു. ഞാനൊന്നും മിണ്ടിയില്ല. എനിക്ക് ഉള്ളിലുണ്ടായിരുന്ന സംഘർഷം ഞാൻ പുറത്ത് കാണിച്ചില്ല. എന്തായാലും അമ്മായിയമ്മയെ കാണിച്ചിട്ട് അവർക്കുള്ള മരുന്നൊക്കെ എഴുതി വാങ്ങി തിരിച്ച് ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവിട്ടു. കാര്യം അമ്മായിമ്മയ്ക്ക് ഇന്ന് വീട്ടിലേക്ക് പോരാം, ഹോസ്റ്റലിൽ പോകേണ്ട കാര്യമില്ല, അവിടെ വേറെ ആളുണ്ട്. പക്ഷേ എനിക്ക് വല്ലാത്ത പേടിയായിരുന്നു. എന്തായാലും അയാൾ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ആശ്വാസം വന്നത്. 4 ദിവസത്തെ അവധിയാണ് അമ്മായിമ്മ എടുത്തിരുന്നത്. പിറ്റേ ദിവസം അമ്മായിമ്മ എന്നെ വിളിച്ച് ചോദിച്ചു, മോളെ, നീ ഒരു കള്ളത്തരം ഒളിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് മനസ്സിലായി. അമ്മായിമ്മയോട് അയാൾ എല്ലാം പറഞ്ഞെന്ന്. ഞാൻ ഒന്നും മിണ്ടിയില്ല. പിടിക്കപ്പെട്ടവളെ പോലെ ഞാൻ തല ചായ്ച്ചു നിന്നു. അമ്മായിമ്മ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോട് വേറൊരു കാര്യം പറയാം. ഞാൻ പറഞ്ഞതും കള്ളത്തരമാണ്. കാര്യം അവൻ എൻ്റെ ബന്ധുവോ സ്വന്തമോ ഒന്നുമല്ല എന്ന് പറഞ്ഞു. നിനക്ക് സംഭവിച്ച കാര്യങ്ങൾ അവൻ എന്നോട് പറഞ്ഞു. അത് അവനെ കുറ്റം പറയാൻ പറ്റില്ല. നീ ഒരു സുന്ദരി പെണ്ണല്ലേ. കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവന് നിന്നെ സ്വന്തമാക്കണം തോന്നി. പക്ഷേ കല്യാണം കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. ഈ ഫീൽഡിൽ ഒത്തിരി സുന്ദരന്മാരും സുന്ദരികളും ഒക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളിൽ ഒതുങ്ങേണ്ട ആവശ്യം ആർക്കുമില്ല. അങ്ങനെ അവന് സംഭവിച്ച ഒരബദ്ധമാണ്. അബദ്ധമൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴും അവൻ അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു, കുറച്ച് വർഷമായില്ലേടി, ഇപ്പോഴത്തെ പെമ്പിളാർക്കൊന്നും അത് പ്രശ്നമല്ല. അവരാരും വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നില്ല. അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ടുമുണ്ട്. അതിന് പകരമായിട്ട്
ചെറിയ വേഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും പണമോ ഒക്കെ മതിയാകും. ഞാൻ പറഞ്ഞ അമ്മേ, അങ്ങനെ ഒരു കള്ളനാണ്. അങ്ങേർക്ക് സംവിധാനവും അറിയില്ല, ഒന്നും അറിയില്ല. എന്നോട് കള്ളത്തരം പറഞ്ഞാണ് അയാൾ എന്നെ ചതിച്ചതെന്ന് പറഞ്ഞു. ആ, അതൊക്കെ പിന്നെ അങ്ങനെയല്ലേടി, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിനക്കറിയാമോ, ഞങ്ങളുടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുറേയധികം പെണ്ണുങ്ങളുമായിട്ട് ഇവന് കണക്ഷനുണ്ട്. അവരെയും കൊണ്ട് പല ഷൂട്ടിങ്ങിന് മറ്റി പോകുന്നുണ്ട്. അതിൻ്റെ ബെനിഫിറ്റും അവനുണ്ട്. പക്ഷെ അവളുമാർക്കൊന്നും കംപ്ലൈൻ്റ് ഇല്ല മോളെ. നീയേ അന്ന് മുന്നും പിന്നും നോക്കാത്തൊരു ടൈപ്പായിരുന്നു. അതുകൊണ്ടാണ് നിനക്ക് അബദ്ധം പറ്റിയത്. ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് അങ്ങനെ പറ്റില്ല. അന്നത് എങ്ങനെ ശരിയാക്കി മോളെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കഥകൾ പറഞ്ഞു. അമ്മയാണ് എല്ലാം ശരിയാക്കിയെന്ന്. അപ്പോൾ കുഴപ്പമില്ല, മനുഷ്യനല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. അമ്മയ്ക്ക് ഇയാളെ എങ്ങനെ പരിചയം? അത് ഇവിടെ തന്നെയുള്ളൊരു പെൺകുട്ടിയുണ്ട്. അവൾ എന്നോട് വിശദമായ കാര്യങ്ങൾ പറഞ്ഞു. ഇഷ്ടം പോലെ പണം അവൾ സമ്പാദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാനും പറഞ്ഞത് എനിക്കൊന്ന് പരിചയപ്പെടണമെന്ന്. അമ്മ എന്തിനാ പരിചയപ്പെടണമെന്ന് പറഞ്ഞത്? അതൊന്നുമില്ല, അവൾ വർണ്ണിച്ചത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കൊള്ളാം. അത് മാത്രമല്ല, അവളെ ഇവിടെ കൊണ്ടിറക്കുന്നത് കണ്ടപ്പോഴേക്കും നല്ല ചോരയും നീരും ഉള്ളൊരുത്തനാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണെങ്കിൽ പിന്നെ വെറുതെ നിൽക്കുന്ന എനിക്കും ഒരു റിലാക്സേഷന് വേണ്ടേ മോളെ. അതുകൊണ്ട് ഞാനങ്ങ് കൂട്ടായതാണ്. ഇവിടെയുള്ള മറ്റ് സ്ത്രീകളുമായിട്ടൊക്കെ അവന് ഭയങ്കര കൂട്ടാണല്ലോ. അവരുടെ കാര്യങ്ങൾക്കൊക്കെ ഞാനും അങ്ങ് കണ്ണടച്ചു കൊടുക്കും. എനിക്കും അങ്ങേരെ ഒത്തിരി ഇഷ്ടമായിടി. കാര്യം നല്ലൊരു സുന്ദരനല്ലേ, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇവിടെ പല പെൺകുട്ടികൾക്കും പണം ഉണ്ടാക്കിയാൽ മതി എന്നുള്ള രീതിയിലാണ്. അങ്ങനെ പറയുന്നവരെയൊക്കെ വേണമെങ്കിൽ അവനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഏതെങ്കിലും വഴിക്ക് അവനെ രക്ഷപ്പെടുത്തും. പിന്നെ അവന് ചെറിയ ചെറിയ സിനിമാ ബന്ധങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അല്ലാതെ നോക്കി കഴിയുമ്പോഴേക്കും വലിയ വലിയ VIPസിനെ അവന് നന്നായിട്ട് അറിയാൻ മതി. സിനിമയിലൊന്നും അഭിനയിക്കാൻ പറ്റില്ലെങ്കിലും അന്തഃപുരങ്ങളിൽ അഭിനയിച്ച് ആ പെൺകുട്ടികൾക്ക് ആവശ്യമുള്ളതൊക്കെ അവർ നേടിയെടുത്തോളും എന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്കിപ്പുറം അയാളും നല്ലതുപോലെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പല വഴികളും അയാൾ പഠിച്ചു കഴിഞ്ഞു. ഞാനാണെന്ന് തോന്നും ആദ്യകാലത്ത് അയാളുടെ കയ്യിൽപ്പെട്ട ഒരു മാടപ്രാവ്. എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മയും ഞാനും തമ്മിൽ അങ്ങ് റിലാക്സായി. അമ്മ പറഞ്ഞു, എടി എൻ്റെ മോനില്ലേ, അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഞ്ചപാവമാണ്. ഒരു സുന്ദരിയെ വേണമെന്നുള്ളതാണ് ആഗ്രഹം. നീയാണെങ്കിൽ ഒന്നും അറിയാത്ത പച്ച പനന്തത്തെയാണെന്ന് പറഞ്ഞ് അവൻ ഇരിക്കുകയാണ്. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നിന്റെ രഹസ്യങ്ങളൊന്നും ഞാൻ ആരോടും പറയില്ല. എൻ്റെ രഹസ്യങ്ങൾ നീയും പറയരുത്. അമ്മയും പഞ്ചപാവമാണെന്നാ അദ്ദേഹത്തിൻ്റെ വിചാരം. അങ്ങനെ വിചാരിച്ചോട്ടടി, മക്കളല്ലേ. പിന്നെ എൻ്റെ മോളുണ്ട്, അറിയാമല്ലോ. അവളാണെങ്കിൽ ഇങ്ങോട്ട് വരാറില്ലെങ്കിലും അവളും ഞാൻ പാവമാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതെന്താമേ ചേച്ചി ഇങ്ങോട്ടേക്ക് വരാത്തത്? അത് പിന്നെ മോളെ, അവർ ജോലിയുടെ ബിസിയാണെന്നൊക്കെ പറഞ്ഞാലും ശരിക്കും കല്യാണം കഴിഞ്ഞ് 6 മാസത്തിനകം തന്നെ മരുമകനില്ലേ എന്നോട് അടുത്ത് പെരുമാറിയടി. ഞാൻ അടുക്കളയിൽ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൻ വന്ന് എൻ്റെ അടുത്ത് പെരുമാറുന്ന കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അകറ്റി നിർത്തണമെന്ന് വിചാരിച്ചതാണ്. എന്ത് ചെയ്യാനാണ് മോളെ, പണ്ടേ ഞാൻ തരളിതയാണല്ലോ. അവൾ അത് കണ്ടുപിടിച്ചതോടുകൂടിയാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്. അവനെയും കൊണ്ട് അന്ന് കടന്നു കളഞ്ഞതാണ്. അത്യാവശ്യത്തിന് മാത്രമേ ഇങ്ങോട്ട് വരുള്ളൂ മോളെ. എന്നോട് അവൾക്ക് ഭയങ്കര കെറിവാണ്. നിങ്ങളുടെ മുന്നേ വെച്ച് ഫോണിൽ സംസാരിക്കുമ്പോൾ മാന്യമായി സംസാരിക്കുന്ന മാത്രമേ ഉള്ളൂ. സ്വകാര്യമാണെങ്കിൽ അവളില്ലേ കിടന്ന് ഉറഞ്ഞു തുള്ളും. അമ്മയപ്പം ചില്ലറക്കാരിയല്ല, നീ പിന്നെ ചില്ലറക്കാരിയാണോടി. നീയാണെങ്കിൽ ചെറുപ്പകാലത്ത് തന്നെ നല്ല തുള്ളാട്ടമല്ലായിരുന്നോ? എനിക്കെന്താ, ഞാൻ ഭർത്താവ് മരിച്ചുപോയൊരു സ്ത്രീയാണ്. അന്ന് ഞാൻ ഹോസ്റ്റലിൽ ജോലിക്ക് പോയിട്ടില്ല. ഈ ഒരു സംഭവം കഴിഞ്ഞതോടുകൂടിയാണ് എവിടെയെങ്കിലും അങ്ങ് പോയി നിൽക്കണം എങ്കിലേ സ്വാതന്ത്ര്യം കിട്ടുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായത്. അല്ലാതെ മകൻ്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങളാണ് മോളെ. സ്വാതന്ത്ര്യം കിട്ടില്ല, എൻ്റെ ആഗ്രഹങ്ങൾ നടക്കില്ല. അതുകൊണ്ടാണ് ഹോസ്റ്റലിൽ വേക്കൻസി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാനങ്ങോട്ട് മാറിയത്. അതുകൊണ്ടെന്താ, ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾക്കും ഉത്സാഹം നീ നിൻ്റെ ഭർത്താവ് മാത്രം ഉള്ളത് കൊണ്ട് അമ്മായിമ്മ പോരുമില്ല അല്ലേടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പോവുമേ അമ്മ അങ്ങനെയൊന്നും പറയരുത്. എന്തായാലും എല്ലാവരും അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാം മോളെ. അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ഉള്ളവനാണ്, പ്രശ്നമാകുമെന്ന് പറഞ്ഞു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ കാണാനെന്നുള്ള വ്യാജേന അമ്മ ഹോസ്റ്റലിൽ നിന്ന് ഇവിടെ വരുന്ന ദിവസം എൻ്റെ കാമുകൻ വരും. ഭർത്താവ് അങ്ങ് പോയി കഴിയുമ്പോഴാണ് വരിക. ആ സമയത്ത് അയാൾ എന്നോട് ക്ഷമിക്കണമെന്നും പണ്ട് അറിയാതെ പറ്റിപ്പോയതാണ്, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് അറിയില്ലായിരുന്നെന്നും ആദ്യമായി പറ്റിയ അബദ്ധമാണ്, അന്ന് പേടിച്ചു പോയെന്നും ഇനിയിപ്പോൾ ഈ കാലത്ത് അങ്ങനെ ഉണ്ടാകാതെ എല്ലാവരെയും ഉപദേശിക്കാറുണ്ട്. അങ്ങേർക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരിക്കലും ആരെയും വാഗ്ദാനം ചെയ്ത് വഞ്ചിക്കരുത്. അപ്പോൾ പുള്ളി പറഞ്ഞു, ആദ്യകാലത്ത് പറ്റിപ്പോയ തെറ്റാണ്, ഇപ്പം അങ്ങനെയല്ല. എല്ലാവരോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാറുണ്ട്. തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളത്. എന്തായാലും
എന്നോട് പറഞ്ഞു എന്നോട് ഇപ്പോഴും താല്പര്യമുണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഒരിക്കലും നിങ്ങളുമായിട്ട് എനിക്ക് യാതൊരു റിലേഷൻഷിപ്പിനും എനിക്ക് താല്പര്യമില്ല. ഇനിയും അതിനിറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വിഡിതമായിരിക്കും. നിങ്ങളും അമ്മയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് തുടർന്നോളൂ, എല്ലാ ആശീർവാദങ്ങളെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പഴയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കി അങ്ങനെ നല്ല സുഹൃത്തുക്കളെ പോലെയായി. ഇങ്ങനെയൊക്കെയാണെങ്കിലും കുട്ടികളുണ്ടാകുക എന്നുള്ളത് അത് ഉടനെങ്ങും നടക്കുന്നൊരു സ്വപ്നമായി തോന്നിയില്ല. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഇനിയിപ്പോൾ കുറച്ച് സപ്ലിമെൻറ്റ്സുകൾ കഴിക്കുമെന്ന് പറഞ്ഞ് മരുന്നുകളും എഴുതി തന്നു. അങ്ങനെ പോവുകയാണ്. ഇതൊരു ദിവസം അമ്മായിമ്മയും എൻ്റെ മുൻ കാമുകനുമായി ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മായിമ്മ പറയുകയാണ്, എനിക്ക് തോന്നുന്നത് എൻ്റെ മകൻ്റെ കയ്യിലാണ് മിസ്റ്റേക്ക് എന്ന്. അത് കേട്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചോദിച്ചു അതെന്താണെന്ന്. എടി മോളെ, നിനക്കറിയാമല്ലോ നിൻ്റെ ഭർത്താവിൻ്റെ കാര്യം. കൊന്നോളം നീ പ്രതീക്ഷയാണ് വന്നത്, പക്ഷേ നിനക്ക് കിട്ടിയത് പുൽക്കൊടിത്തുമ്പാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ എൻ്റെ കാമുകൻ പറഞ്ഞു, ഏയ് അതിലൊന്നും കാര്യമില്ല, അതിലെല്ലോ കാര്യമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, അത് പറയാൻ പറ്റില്ല, അതിലും എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണും എൻ്റെ മോനെ, എനിക്കറിയില്ലേ. എവിടെയോ ഒരു 5 പൈസയുടെ കുറവ് അവന് ഉണ്ട്. അതുമാത്രമല്ല ഞങ്ങളുടെ വീട്ടിലുള്ളവരെക്കാളൊക്കെ അനാവശ്യ സെൻറ്റിമെൻറ്റ്സും അതും ഇതുമൊക്കെയാണ് ചെക്കന്. അതുകൊണ്ട് തന്നെ ഈ സ്വപ്നം പെട്ടെന്ന് നടക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ പൂർവ്വകാമുകൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ടെന്ന്. അപ്പോൾ അമ്മ ചോദിച്ചാൽ അതെന്താണെന്ന്. നമ്മുടെ ഒരു സെലിബ്രിറ്റി ഉണ്ട്, ഒരു നടനാണ്, അങ്ങേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതുമാത്രമല്ല ആവശ്യമുള്ളവർ അയാളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ ഒന്ന് പ്രസാദം ഒഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ കാര്യങ്ങൾ റെഡിയാകുമെന്നാണ് പറഞ്ഞത്. അയാളുടെ ഇൻട്രസ്റ്റ് കൊണ്ട് ഇതുവരെയും മോഹിച്ചിരിക്കുന്ന പലർക്കും പ്രതീക്ഷിച്ച ഇഫക്റ്റുകൾ ഉണ്ടായിട്ടുണ്ടത്രേ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു കാളയാണ്. ആ കാള പാടത്തേക്കിറങ്ങി ഉടുതുമറിച്ച് വിത്തിട്ട് കഴിഞ്ഞാൽ ഫലഭൂയിഷ്ടി ഉണ്ടാകുമെന്ന്. അത് അങ്ങേർക്കും ഒരു ഹരമാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേർ ഒത്തിരി പാടത്ത് വിത്ത് വിതച്ചിട്ടുണ്ട്. അതൊക്കെ ഫലഭൂയിഷ്ടമായി ഇപ്പോൾ കരിമ്പനെ പോലെ വളർന്നു നിൽപ്പുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മാമ്മ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിനക്ക് അറിയാമെങ്കിൽ നമുക്ക് പരീക്ഷിച്ച് നോക്കാടാ. ഇല്ലേടി മോളെ, നിനക്കെന്താ 10 കടൽ താണ്ടി വന്ന് നിനക്കാണോ ഒരു കടൽ കാണാൻ ഇനി കുഴപ്പം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ ഇത് ശരിയാകുമോ? ഓ, എന്ത് ശരിയാക്കാനാ, അതൊന്നും പ്രശ്നമില്ല, നീ എൻ്റെ കൂടെ നിന്നാൽ മതി, ഞാൻ മാനേജ് ചെയ്യാം. നമുക്ക് രണ്ടാമതൊന്ന് പരീക്ഷിച്ച് നോക്കാതൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിനക്ക് സന്തോഷമല്ലേ ഉള്ളൂ. വലിയൊരു സെലിബ്രിറ്റിയാണ്, നിന്റെ സന്തോഷത്തിന് കാരണക്കാരന് എനിക്ക് സന്തോഷം തന്നെ. അതുമാത്രമല്ല അങ്ങനെയാകുമ്പോൾ ഒരു കൊച്ചുമകനോ കൊച്ചുമകളോ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ താലോലിക്കാനും സ്നേഹിക്കാനും ഒരു മടിയും തോന്നില്ല. കാര്യം ഞാനും ആരാധിക്കുന്ന ഒരാളാണേ. അത് മാത്രമല്ലടി, എൻ്റെ മോൻ്റെ തനി സ്വരൂപമുള്ള ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടി പിന്നെയും സ്ലോ ആയിരിക്കും മോളെ. നീ ഞങ്ങളുടെ കൂടെ അങ്ങ് നിൽക്കാൻ പറഞ്ഞു. അമ്മ അങ്ങനെ എന്നെ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും നടനെ ഞങ്ങളെല്ലാവരും കൂടെ പോയി കണ്ടു. അതിനുള്ള എന്തായാലും കുറുക്ക് വഴിയൊക്കെ എൻ്റെ പൂർവ്വകാമുകൻ അറിയാമായിരുന്നു. അയാൾക്ക് എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി ഇഷ്ടമായി. പണ്ട് അയാളുടെ കൂടെ ഞാൻ ഒരു സീനിൽ നിന്നിട്ടുള്ള കാര്യം പറയുകയും ചെയ്തു. അതോടുകൂടി പുള്ളി പറഞ്ഞു, ഒരു പ്രശ്നമില്ല മോളെ, നീ ഇന്ന് തൊട്ട് കുറച്ച് ദിവസം എന്നെ ഒന്ന് വന്ന് കാണൂ, നമുക്ക് പല ഡിസ്കഷനും നടത്താം. അത് കഴിയുമ്പോഴേക്കും കഥ മുഴുവനും പൂർണ്ണ രൂപമായി ഉള്ളറയിൽ രൂപം കൊള്ളുമെന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെയും പഴയ കാമുകൻ്റെയും ആശീർവാദത്തോടുകൂടി ഞാൻ അദ്ദേഹത്തെ 4 തവണ ഒന്ന് പോയി കണ്ടു മാഡം. എനിക്കും ആരാധനയുണ്ടായിരുന്നു. ആരാധനയുടെ അറ്റം വരെ ഞാൻ ചെന്നെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവമേ, ഞാൻ പണ്ട് ഇതൊന്നും ഉപേക്ഷിക്കണ്ടായിരുന്നു, കല്യാണവും കഴിക്കണ്ടായിരുന്നു. അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാൻ എൻ്റെ അമ്മ പറഞ്ഞത് മഹാപാതകമായിപ്പോയി. അല്ലാതെ പാറിപ്പറന്ന് നടന്നിരുന്നെങ്കിൽ, ആദ്യത്തെ അബദ്ധം പിന്നീട് ഉണ്ടാകാതെ ഞാൻ സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എവിടെ എത്തിയേനെ. എന്തായാലും 4 വട്ടം. അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. ഇപ്പോൾ ഞാൻ റെസ്റ്റിലാണ് മാഡം. റെസ്റ്റിലായി കഴിഞ്ഞപ്പോഴാണ് മാഡത്തിൻ്റെ കുറേ വീഡിയോകൾ ഞാൻ വായിച്ചു നോക്കിയത്. എല്ലാം വ്യത്യസ്തമായ കഥകൾ. എല്ലാ മനുഷ്യർക്കും ഓരോന്ന് പറയാൻ കാണും മാഡം. ഞാൻ ചെയ്തത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഒന്നും പറയാതെ ഞാൻ എൻ്റെ കഥ മാഡത്തിന് അയക്കുകയാണ്. മാഡം ഇത് പേരൊക്കെ മാറ്റി ഒന്ന് വായിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്.